ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടച്ചക്ക വെച്ചിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും മസാല കടച്ചക്ക കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഇറച്ചിക്കറിയെ വെല്ലുന്ന കടച്ചക്കക്കറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ റെസിപ്പിയാണിട്ടത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. എങ്കിൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മസാല കടച്ചക്ക ഉണ്ടാക്കാനായിട്ട് ഒരു കടച്ചക്കയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പറിച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ തോലിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി വന്നിട്ടുള്ളത്. പക്ഷേ കട്ട് ചെയ്താൽ ഉള്ളിനൊരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എത്ര സൈസിലാണോ വേണ്ടത് അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തോളൂ. നമുക്കിത് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനങ്ങനെ അധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിനു മുൻപ് ഞാൻ ചക്കക്കുരു വെച്ചിട്ട് ഒരു നാടൻ ചക്കക്കുരു കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാൽ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കടച്ചക്കയ്ക്ക് കൂടുതൽ വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് മസാലയൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു 10-15 ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടതിൻ്റെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി ഇതിപ്പോൾ ഒരു ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നേരത്തെ നമ്മൾ കടച്ചക്ക വേവിക്കുന്ന സമയത്ത് അതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഈ ഒരു സമയത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ കനമില്ലാതെ അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. കടച്ചക്ക വെച്ചിട്ട് ഇതുവരെയും ഇതുപോലൊരു മസാല കടച്ചക്ക ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടച്ചക്ക ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി 2 വറ്റൽമുളകൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി ഒന്ന് വെന്തുടയുന്ന സമയത്ത് നമ്മൾ നേരത്തെ കടച്ചക്ക വേവിക്കുന്ന സമയത്ത് അതിലേക്ക് പൊടികൾ ചേർത്തിരുന്നു. അതിലേക്ക് കുറച്ചുകൂടി പൊടി ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസാല വഴറ്റുന്ന സമയത്ത്. അപ്പോൾ ഇനി തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും എല്ലാം അളവ് കൂട്ടി കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം. കടച്ചക്കയും ചേർത്ത് കൊടുത്ത് മസാലയും കടച്ചക്കയും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുടഞ്ഞ് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. കടച്ചക്ക പൊടിയാതെ വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കൂടി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം ഞാനിതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്താൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ എന്തൊരു ഗ്രേവി ആയിട്ട് മാറ്റാനും പറ്റും. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ. ഈ ഡ്രൈ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, പച്ചവെള്ളം ചേർക്കരുത്. തിളച്ച വെള്ളവും ചേർത്ത് കൊടുത്ത് 2-3 സെക്കൻഡും കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോയും റെസിപ്പിയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു എൻ്റെ ഫീഡ്ബാക്ക് എന്ന് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. അതൊക്കെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് തയ്യാറാക്കി നോക്കാനൊരു പ്രചോദനമാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കടച്ചക്ക വെച്ചിട്ട് നല്ല ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ള കടച്ചക്ക കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 1 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അതൊന്ന് അരച്ചെടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഈ വറുത്തരച്ച തേങ്ങ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്താൽ നമുക്കിത് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ തന്നെയാണ് ഈ ഒരു കറി കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.